കോൺഗ്രസിനെ വെട്ടിലാക്കി മുരളീധരന്റെ വെളിപ്പെടുത്തൽ. UDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നതായി കെ മുരളീധരൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ചർച്ചകളും തകൃതിയായി നടക്കുന്നതിന്റെ ഇടയിലാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് മുരളീധരന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെതിരെ മത്സരിച്ചതിന്റെ പേരിലാണ് തനിക്ക് പിന്തുണ ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2016 വരെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നില്ല. 2019 മുതൽ വെൽഫെയർ പാർട്ടിയും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാലക്കാട്, വയനാട് ഉപതിരഞ്ഞെടുപ്പുകളിലും UDFന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലഭിച്ചു എന്ന ആരോപണം CPM നേതാക്കൾ ആവർത്തിക്കുന്നതിനിടയിലാണ് മുരളീധരന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയുടെ പിന്തുണയോടെയാണ് പാലക്കാട് വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചതെന്നായിരുന്നു CPMന്റെ വിമർശനം. പാലക്കാട് ഭൂരിപക്ഷം കൂടാനുള്ള കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടാണ്. SDPIക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് പാലക്കാട്. BJPയുടെ തകർച്ച എവിടെയായാലും അവർക്കത് ആഹ്ലാദകരമാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പലതവണ CPM പിന്തുണ ആവശ്യപ്പെട്ടിരുന്നതായി ജമാഅത്തെ ഇസ്ലാമിയും തിരിച്ചടിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകളിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. തന്റെ പൂർവ്വകാലത്തെ റദ്ദ് ചെയ്യുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ അന്ന് മറുപടി നൽകിയത്. വരാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ മുന്നണികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഇതുപോലുള്ള സംഘടനകളായതിനാൽ ഇടത് വലത് മുന്നണികൾക്ക് അവരെ പിന്തുണയ്ക്കാനും വയ്യ. ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ഇരു മുന്നണികളും. കൊള്ളാനും വയ്യ, തള്ളാനും വയ്യ.